എനിക്കിനി ഇതിന് സഹിക്കാൻ പറ്റില്ല. ഞാൻ എത്ര വർഷമായി ഞാനിത് സഹിക്കണം. ഒരു തരത്തിൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റണില്ല. എനിക്കിത് സഹിക്കാൻ വയ്യ. എത്ര വർഷമായി ഞാനിത് അനുഭവിക്കുന്നു. നാളെ ഒന്ന് എന്നെ വന്ന് വിളിക്കൂ, ഞാൻ ഇറങ്ങി വരാം. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്ന് വരുമോ? ഇല്ല, ഞാൻ വിളിക്കണ കാര്യം ആൾക്കറിയില്ല. ഇത് അയാളുടെ ഫോണാ. നാളെ വരുമോ? ആരുടെ ഫോണിലെ? ആരില്ല. നീ ഇറങ്ങി വരാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലേട്ടാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ എന്താ ഞാൻ പൊട്ടണെന്ന് വിചാരിച്ചാ? കുറെ നാളെ രണ്ടാളും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കണു. കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ആരുടെ കൂടെ എവിടെയും പോണില്ല. ചാവണ വരയ്ക്കും ഇവിടേക്ക് ഈ കാൽക്കിഴി കിടക്കും. എത്ര? 70 രൂപ. ഇവിടെ ഈ സുഗതൻ എന്ന് പറയുന്ന ആളുടെ വീട് എവിടെയെന്ന് അറിയാമോ? സുഗതനെ അറിയില്ല. 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 എന്നാ ശരി. അതെ, ഹലോ. ഈ ലോറി ഓടിക്കണ സുഗതൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് ഏതാ? സുഗതന്റെ വീടോ? സുഗതന്റെ വീട് ഇങ്ങട് ഇങ്ങട് ഈ വഴിയോ? ഈ വഴി നേരെ അങ്ങ് പോയാൽ മതി. ഈ വഴി തന്നെയാണോ? ശരി. നടക്കോ? സ്റ്റാർട്ടാണില്ലല്ലോ. പെട്രോൾ തീർന്നു പോയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ. ഈ വണ്ടിക്ക് കിക്കറുമില്ലേ? ഇല്ല, എടുത്തപ്പോ സെൽഫ് എടുത്തതാണെന്ന്. നമുക്ക് പമ്പൂരം തള്ളി നോക്കിയാലേ പെട്രോൾ തീർന്നാ തോന്നണ. ഇത് അനക്കൂല. മോനെ ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെയല്ലേ? വട്ടപ്പാറ എന്ന് പറഞ്ഞ ഈ പരിസരമാണ് അല്ലേ? ഇവിടെ ഈ വഴിക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സുഗതൻ എന്ന് പറയുന്ന രക്ഷ അറിയാമോ? സുഗതൻ എന്ന് പറഞ്ഞ 3-4 സൂതൻ ഉണ്ട് ചേട്ടാ ഈ പരിസരത്തെ. അപ്പൊ അഡ്രസ് അറിയോ? അഡ്രസ് ഇപ്പൊ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. ആണോ? ഡ്രൈവറാണ് ആള്. ഡ്രൈവറാ? ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഒന്നുമില്ല. ഈ വന്ന് താമസിക്കാണോ പുള്ളി? അതെ. വാടകയ്ക്ക് വേറെ എവിടെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു. ആളെ മനസ്സിലായി. അതേ ആകെ തെറ്റി ചേട്ടന്. ഇപ്പൊ ഈ എവിടെന്നാ പറഞ്ഞത്? ഇപ്പൊ അവിടുന്ന് അധികം നടന്നാ? ഇല്ല, കുറച്ച് നടന്നില്ല. ഓട്ടോറിക്ഷയിൽ ഇപ്പൊ അവിടെ ഇറങ്ങി. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓട്ടോറിക്ഷ ഇറങ്ങിയോടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് മുമ്പിലേക്ക് നടക്കുക. അങ്ങോട്ട് പോണം. 100 മീറ്റർ അങ്ങോട്ട് തന്നെ പോയിട്ട് ഫസ്റ്റ് റൈറ്റ് തിരിയാ. ഫസ്റ്റ് റൈറ്റ് തിരിഞ്ഞിട്ട് ഒരു 100-150 മീറ്റർ നടക്കാനേ ഉള്ളൂ. അങ്ങോട്ട് നടക്കാൻ നേരത്ത് 2 സൈഡിലോട്ട് ഇങ്ങനെ വഴി തിരിയുന്നുണ്ട്. മനസ്സിലായ? അങ്ങാടും ഇങ്ങാടും തിരിയുന്നുണ്ട്. ഇങ്ങാടും ഒരു വഴി കിടപ്പുണ്ട്. ഇങ്ങോട്ടുള്ളതല്ല, നേരല്ല. ഇത് പോകരുത്. ഇങ്ങാട് തിരിയണം. ഇങ്ങാട് തിരിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകാൻ നേരത്ത് ഇവിടെ ഒരു കുളമുണ്ട്. ഒരു പഞ്ചായത്ത് കുളമുണ്ട്, ഇങ്ങനെ കെട്ടൊക്കെ ഉള്ളത്. ആ കുളത്തിന്റെ അരികിൽ കൂടി ഇങ്ങനെ പോകാൻ നേരത്ത് ഒരു ഇന്ദിരാന്തര പ്രതിമ നിൽക്കും അവിടെ. അതിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പ്രിയദർശിനി റോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പ്രിയദർശിനി റോഡ്. അതിന്റെ ഇവിടെ അയ്യോ എന്താ പിടിച്ച എന്തുപറ്റി? ഇല്ല, ഒന്ന് പിടിച്ചതാണ്. മനസ്സിലായില്ല എനിക്ക്. അതായത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നടന്നു പോണം. അപ്പൊ രണ്ടായിട്ട് തിരിയും. രണ്ടായിട്ട് അപ്പൊ തിരിയൂല. ആദ്യം റൈറ്റിലോട്ട് തിരിയും. റൈറ്റിലോട്ട് ഒരു 150 മീറ്റർ ചെല്ലുമ്പോ ഇങ്ങനെ രണ്ട് വഴി നേരെ പോകാൻ പാടില്ല. നേരെ പോകരുത്. ഈ വഴി പോണം. ഈ വഴി പോണം. പോയി തിരിഞ്ഞിങ്ങനെ ചെല്ലാൻ നേരത്ത് കുളം. കുളത്തിന്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരാൻ നേരത്ത് പ്രതിമ. ഇന്ദിരാന്തര പ്രതിമയുണ്ട്. ശരി. അതിന്റെ ഇതിലെ കൂടി പ്രിയദർശിനി റോഡ്. പ്രിയദർശിനി റോഡ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ തന്നെ ഇവിടെ കലിങ് പറഞ്ഞില്ല. ഇവിടെ ഒരു കലിങ്കുണ്ട്.
ഇതിവിടെ കാണുന്ന വീടാണ്. ആ. മനസ്സിലായോ? ഓ എന്താ പിന്നെ ഞാനവിടെ പോട്ടെ. എവിടെ ഇരിക്ക്, ക്ലിയർ ആക്കി തരാ. അല്ല മനസ്സിലായല്ലോ അപ്പൊ. അവിടെ ഇരിക്ക്. എന്താ ഈ പ്രായമായവരായോണ്ട് വഴി തെറ്റിച്ച് പറയും. ഇപ്പൊ പരിചയമില്ലാത്ത ഒരാളായോണ്ടാണ്. ഇത് സുഗതൻ വാടക താമസിക്കുന്ന വീടാണ്. ഇവിടെ ചെന്നിട്ട് സുഗതനെ കണ്ടില്ലെങ്കിൽ തൊട്ട് സൈഡില് എന്റെ ഓണറുടെ വീടുണ്ട്. ഇതിപ്പോ സുഗതന്റെ വീടാണെങ്കിൽ ഇത് ഓണറുടെ വീടാണ്. ഓണറുടെ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ആരുമില്ല എപ്പോ വരും എന്ന് ചോദിച്ചാൽ അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. മനസ്സിലായോ? ഇതിന്റെ ഇടയിൽ ഒരു മതിലുണ്ട്, അത് കുഴപ്പമില്ല. ശരി കേട്ടോ. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ കഥച്ചേ പിന്നെ ഞാനോട് നേരെ പോയിക്കോ. വണ്ടി പെട്രോൾ ഇല്ല, അല്ലെ കൊണ്ടുപോയി ആക്കി തരായിരുന്നു. മനസ്സിലായി. പറയണോ? പിടിക്കണ. എന്നാ ശരി കേട്ടോ. ഓക്കെ. അങ്ങോട്ടല്ലേ പോകണ്ടത്? എടാ എനിക്കറിയാ ഈ ഊളനെയൊക്കെ അന്വേഷിച്ച് എന്തിനാ നമ്മുടെ നാട്ടിലെ ആള് തന്നെ. അയാള് കൊറേ നടക്കട്ടെ എവിടെയെങ്കിലും ഒക്കെ. ഇതിപ്പോ നേരത്തെ പോയ അതേ സ്ഥലം തന്നെയല്ലേ? അതെ മോനെ. മോനെ ഇവിടെ ഈ സുഗതൻ എന്ന് പറയുന്ന ആളുടെ വീട് എവിടെ അറിയോ? സുഗതനോ? ആ ഡ്രൈവറാണ്, ലോറി ഡ്രൈവറൊക്കെ ഉണ്ട്. ഈ വഴിയാണ് കേട്ടോ. ഈ വഴിയാണ്. ഈ വഴി സുഗതനല്ലേ? ഈ വഴി. അതെയോ? എന്നാ ശരി. ഓക്കെ. ഏത് ഹമുക്കാണിത്? അന്റെ വാപ്പാനെ പോയി വിളിക്കണ വെച്ചാലേ നമുക്ക് എവിടെ ഇരിക്കണ അള്ളഹി മാറേ. എന്റെ വാപ്പ കാർത്തമാരെ പോയി വിളിക്ക്. കൊറ്റനാട് നിന്ന് ഞാനല്ല കൊറ്റനാട്. മിക്കങ്ങള് കുടുംബത്ത് വറക്കണ്ടേ? പോയിക്കാ വന്നീച്ച് ഇന്നോട് കളിക്കണ്ടടാ. അതെ ഈ വഴിയിൽ എവിടെയോ സുഗതൻ എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ട്. ഇപ്പൊ ഏതാ വീടറിയില്ല. സുഗതൻ. സുഗതനാ? സുഗതന അറിയാത്ത ആൾക്കാരുണ്ടോ? അത് ഇങ്ങടല്ല, അത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അങ്ങട് നടക്കണം. ഞാൻ പോയിക്കാം. അങ്ങടാണ് സുഗതന്റെ വീട്. സുഗതന്റെ വീടിന്റെ തൊട്ടല്ലേ നിന്റെ മോളെ കല്യാണം കഴിച്ച. അറിയില്ല അയ്മുട്ടിയാജിനെ? അറിയില്ലേ അയ്മുട്ടിയാജി? എന്തായി പറയണ? അയ്മുട്ടിയാജി ഇവിടെ ഫേമസ് ആണ് അവര്. ശരി. വെളുത്താട്ട് അയ്മുട്ടി ഹാജി എന്നാ പറയാ. ഏത് വെളുത്താട്ടിലെ? വെളുത്താട്ടിലെ അയ്മുട്ടി ഹാജി എന്നാ പറയാ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഇവിടൊക്കെ ഈ പ്രദേശമൊക്കെ പാടങ്ങളായിരുന്നു. ആ നെല്ല് കംപ്ലീറ്റ് ഇതിന്റെ കൊയ്ത്തും മെതി നിറച്ച് പണിക്കാരും എത്ര പശുക്കളാർന്ന് വെച്ചിട്ട് അയ്മുട്ടി ഹാജിറ അവിടെ. അതാ ഗംഭീരാർന്ന് അവര്. ഏത് അങ്ങടാണ് നടക്കേണ്ടത്. ഇത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അങ്ങടാണേ. നിങ്ങളുടെ നിന്റെ കൂടെ വരി. ഞാൻ അങ്ങടല്ലേ പോയി പോണേ. പിന്നെന്താ മുട്ടാജിനെ ഈ പ്രദേശത്ത് അറിയാത്ത ആൾക്കാരില്ലേ? അവര് കാലില് ചെരുപ്പ് അല്ല അത് ചെറുപ്പം മുതലേ ഉള്ളതാ. എന്റെ അത് അങ്ങനെ തന്നെ. ഈ അയ്മുട്ടി ഹാജി എന്ന് പറഞ്ഞാൽ അയ്മുട്ടി ഹാജിർ അവിടെ അന്നത്തെ കാലത്ത് 3 ആനയാണ് മൂപ്പരുടെ വീട്ടിലെ. ഇനിയിപ്പോ എത്ര കണ്ട് നടക്കണം? ഇല്ലെത്തി. പിന്നെ അതെത്തിയല്ലോ, അതെത്തി. അപ്പൊ അവരുടെ ഒരു മഹിമ പറഞ്ഞതില്ലാന്ന് ഞാൻ പറയാ. അത്ര ആൾക്കാരെ തീറ്റി പോറ്റിട്ടുള്ള കുടുംബാണ് അതെ. അപ്പോ ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ സുഗതന്റെ വീട്. ഇതോ? ഇതാണ് നിങ്ങൾ അന്വേഷിച്ച താസിന്ദാര് സുഗതന്റെ വീട്. 1-ാം തരം വീടല്ലേ? അതേ കാലത്ത് വന്നിട്ടാണ്. എന്റെ പൊന്ന് കാക്ക, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്താണ് ഇത്? ഏത് സുഗതൻ? ഞാൻ ചോദിച്ചത് ഏത് സുഗതൻ? റബ്ബുലാലമീനായ തമ്പുരാനെ ഞാൻ ഇപ്പൊ സഹായിച്ചത് ഇപ്പൊ അതിലും വലിയ അടങ്ങളായോ? ഞാനപ്പൊ നിങ്ങളെ ഏത് സുഗതനെയാന്ന് എന്നോട് പറയണ്ടേ? സുഗതൻ എന്ന് പറഞ്ഞാ പിന്നെ ഇതാണ് ഇവിടെ അറിയപ്പെടുന്ന ഒരു സുഗതൻ. ഇനിയിപ്പൊ ഈ വഴി മുഴുവൻ ഞാൻ അങ്ങോട്ട് നടക്കണ്ടേ? അപ്പൊ ഇതല്ലേ? എന്നാ വേറൊരു സുഗതൻ കാണിച്ചേ.
വേറെ ഏത് സുഗതം ഞങ്ങള് കാണിച്ചു തരാം എനിക്ക്? അല്ല ഇക്കറിയണ സുഗതനെ കാണിച്ചാരാ, അല്ലെങ്കിൽ ഇങ്ങള് പറയണ്ട എന്നെ സുഗതനാന്ന്. ഇങ്ങനെ സുഗതന എന്താ പണി? എന്നാ ശരി, ഏ വലിയ ഉപകാരം. അല്ലല്ല ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. ഞാൻ നിങ്ങളെ സഹായിക്കാനേ ഞാൻ പയച്ചിട്ടല്ലേ. ഹലോ ഹലോ, ആ ആരാണ്? ഇറച്ചിയോ? ചന്തയിലെ ഇറച്ചിയോ? മുട്ടനാറിന്റെ ഇറച്ചിയില്ലേ? അത് അന്റെ വാപ്പാടെ നെഞ്ഞത്തുനിന്ന് അരിഞ്ഞെടുത്താണ് കേട്ടോ. മുട്ടനാറിന്റെ ഇറച്ചി ഇന്റെ അടുത്ത് ചോദിക്കണ്ട ഹംക കള്ള ഹിമാറെ. ഇവിടെ ഒരു മനസ്സ് വായി അറിയാൻ. അതെ നിക്ക് അല്ലാതെ ഞാൻ കാണിച്ചതാണോ ചങ്ങായി? അല്ല നിക്ക്, ഇതെന്തപ്പത്? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.